Hi friends, Domain of Physics in മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CBSE 10th ഫിസിക്സിലെ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ ഒരു ചാപ്റ്റർ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്ത് കഴിഞ്ഞു, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ ആ കംപ്ലീറ്റ് പ്ലേലിസ്റ്റ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അത് കാണാത്തവരൊന്ന് കണ്ടുപോകുക. അപ്പോൾ അതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള അടുത്ത ചാപ്റ്ററാണ് ദി ഹ്യൂമൻ ഐ ആൻഡ് കളർഫുൾ വേൾഡ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ഐ ആൻഡ് കളർഫുൾ വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ഐ ആൻഡ് കളർഫുൾ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് കുറവാണ്, ചെറിയ ചാപ്റ്ററാണ്. നമ്മൾ തൊട്ട് മുമ്പത്തെ ചാപ്റ്റർ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പോലെ അത്ര വലിയ ചാപ്റ്ററൊന്നുമല്ല, അതിനേക്കാൾ ചെറിയ ചാപ്റ്ററാണ്. അതായത് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് ഹ്യൂമൻ ഐ എന്താണെന്നാണ്. അതായത് നമ്മുടെ കണ്ണ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ്. അതായത് എങ്ങനെയാണ് നമ്മൾ ഒബ്ജക്ട്സിനെ കാണുന്നത്, അതെങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമതായിട്ട് പഠിക്കുന്ന കാര്യം ഡിഫക്ട്സ് ഓഫ് വിഷൻ. അതായത് നമ്മുടെ കണ്ണിന് നേരിടേണ്ടി വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ വിഷനുമായി ബന്ധപ്പെട്ട് വരുന്ന പോരായ്മകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളാണ്. ഓക്കെ, ഡിഫക്ട്സ് ഓഫ് ഐസ് അല്ലെങ്കിൽ വിഷൻ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഒരു പുതിയ ഫിനോമിനാണ്, അതായത് ഒപ്റ്റിക്കൽ ഫിനോമിനാണ്. ഏത്? ഡിസ്പേർഷൻ. അതായത് നമ്മൾ റിഫ്രാക്ഷൻ ഒക്കെ പറഞ്ഞതുപോലെ ഉള്ള ഒന്നാണ് ഡിസ്പേർഷൻ എന്ന് പറയുന്ന ഫിനോമിന. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ റെയിൻബോയൊക്കെ ഫോം ചെയ്യാനുള്ള റീസൺ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഡിസ്പേർഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഡിസ്പേർഷൻ എന്ന് പറയുന്നത് നമ്മൾ തൊട്ടുമുമ്പ് പഠിച്ച റിഫ്രാക്ഷൻ കാരണം ഉണ്ടാകുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് പറയാം. ഓക്കെ, റിഫ്രാക്ഷൻ കാരണം ഉണ്ടാകുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇതെന്ന് പറയുന്നത് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണെന്നും അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസുകളും മാത്രമാണ് നമുക്കവിടെ പഠിക്കാനുള്ളത്. ദെൻ നമ്മൾ പഠിക്കുന്നത് അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ എന്താണെന്ന്. അതായത് ലൈറ്റ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് റിഫ്രാക്ഷൻ സംഭവിക്കാറുണ്ട്. അങ്ങനെ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷനിലൂടെ ഉണ്ടാകുന്ന ചില ഫിനോമിനൻസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യണം. അതാണ് അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക്. ദെൻ നമ്മുടെ അടുത്ത ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ആണ്. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ ഡിസ്പേർഷൻ പോലെ തന്നെ നമ്മൾ പഠിക്കുന്ന പുതിയൊരു ഒപ്റ്റിക്കൽ ഫിനോമിനാണ് സ്കാറ്ററിങ് എന്ന് പറയുന്നത്. ഈ ഡിസ്പേർഷൻ എന്ന് പറയുന്നത് റിഫ്രാക്ഷൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് എന്ന് പറഞ്ഞതുപോലെ ഈ സ്കാറ്ററിങ് എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് പറയാം. അതായത് ഇറഗുലർ ആൻഡ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ്റെ ഒരു ഫലമായിട്ടുണ്ടാകുന്നതാണ് ആരെന്ന് പറയുന്നത്, സ്കാറ്ററിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹ്യൂമൻ ഐയെ കുറിച്ചാണ്. അപ്പോൾ ഹ്യൂമൻ ഐയുമായി റിലേറ്റ് ചെയ്തിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങോട്ടേക്ക് വരാം, ഡിഫക്ട്സ് ഓഫ് വിഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഹ്യൂമൻ ഐയെ കുറിച്ചാണ്. ഓക്കെ, നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒന്നാണ് ഹ്യൂമൻ ഐ എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ ഐയുടെ ഒരു ക്രോസ് ഡയഗ്രമാണ്, അല്ലെങ്കിൽ ഒരു ഡയഗ്രമാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഹ്യൂമൻ ഐ എന്ന് പറയുന്നത് നമ്മളൊരു ക്യാമറ പോലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹ്യൂമൻ ഐയുടെ ഷേപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഐബോൾ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി സ്പെറിക്കൽ ഇൻ ഷേപ്പാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എബൌട്ട് 2.3 മീറ്ററുമാണ്. അതായത് നമ്മുടെ ഹ്യൂമൻ ഐ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹ്യൂമൻ ഐബോൾ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി സ്പെറിക്കൽ ഇൻ ഷേപ്പാണ്. അതുപോലെ അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഏകദേശം 2.3 മീറ്ററുമാണ്. ഇനി നമ്മുടെ ഫിസിക്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ ബയോളജിയിൽ നമ്മൾ ഐയുടെ കമ്പോണൻസ് അല്ലെങ്കിൽ ഐയുടെ പാർട്സ് ഏതാണെന്നും അതിന് ഓരോന്നിനെയും കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഫിസിക്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് എന്ന് പറയുന്നത്, ഒന്ന് കോർണിയ എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രണ്ട് പോർഷനാണ് കോർണിയ. രണ്ടാമത്തത് ഐറിസ്, പ്യൂപ്പിൾ, ക്രിസ്റ്റലൈൻ ലെൻസ്, സീലറി മസിൽസ്, റെറ്റിന. ഇവയൊക്കെയാണ് നമുക്ക് ഫിസിക്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്ത് പോകാം. എന്താണ് പ്യൂപ്പിൾ, എന്താണ് ഐറിസ്, എന്താണ് കോർണിയ എന്ന് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് കോർണിയ എന്ന് പറയുന്ന പാർട്ട്. അതായത് ഐയുടെ ഏറ്റവും മുമ്പിൽ, ഐബോളിൻ്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് കാണപ്പെടുന്ന ഒന്നാണ് കോർണിയ എന്ന് പറയുന്നത്. അതായത് ദ ലൈറ്റ് എൻറ്റേഴ്സ് ടു ദ ഐ ത്രൂ എ തിൻ മെംബ്രെയിൻ കാൾഡ് കോർണിയ. അപ്പോൾ കോർണിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ലൈറ്റ് എൻറ്റേഴ്സ് ടു ദി ഐ ത്രൂ എ തിൻ മെംബ്രെയിൻ കാൾഡ് കോർണിയ. അതായത് നമ്മുടെ കണ്ണിനുള്ളിലേക്ക് ലൈറ്റ് എൻറ്റർ ചെയ്യുന്നത് ഒരു തിൻ മെംബ്രെയിനിലൂടെ ആയിരിക്കും. ആൻഡ് ദാറ്റ് മെംബ്രെയിൻ ഈസ് കാൾഡ് കോർണിയ. ഇനി എന്താണ് ഇതിൻ്റെ യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കണ്ണിലേക്ക് എൻ്റർ ചെയ്യുന്ന ലൈറ്റിന് റിഫ്രാക്ഷൻ സംഭവിക്കുമെന്ന് നമുക്കറിയാം. അവിടെ ക്രിസ്റ്റലൈൻ ലെൻസ് ഉണ്ട്, ക്രിസ്റ്റലൈൻ ലെൻസിൽ വെച്ച് റിഫ്രാക്ഷൻ സംഭവിക്കാറുണ്ട്. അതിനേക്കാൾ കൂടുതൽ മോസ്റ്റ് ഓഫ് ദ റിഫ്രാക്ഷൻ
ടേക്സ് പ്ലേസ് അറ്റ് ദ ഔട്ടർ സർഫസ് ഓഫ് ദി കോർണിയ. അതായത് കൂടുതൽ, അതായത് നമ്മൾ റിഫ്രാക്ഷൻ നടക്കുന്നതിൻ്റെ മോസ്റ്റ് ഓഫ് പാർട്ടും, അതായത് കൂടുതൽ റിഫ്രാക്ഷനും നടക്കുന്നത് കോർണിയയുടെ ഔട്ടർ സർഫസിൽ വെച്ചിട്ടായിരിക്കും. അപ്പോൾ പഠിക്കേണ്ടത് ഇങ്ങനെയാണ്. ഒന്നാമത്തെ പാർട്ട്, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സുകൾ മാത്രമാണ് പറയുന്നത്. ഒന്നാമത്തത് കോർണിയ. കോർണിയ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു, ലൈറ്റ് എൻജേഴ്സ് ടു ദി ഐ ത്രൂ എ തിൻ മെംബ്രെയിൻ കാൾഡ് കോർണിയ. അതായത് ഐയുടെ ഉള്ളിലേക്ക്, കണ്ണിനുള്ളിലേക്ക് ലൈറ്റ് എൻട്രി ചെയ്യുന്നത് ഒരു തിൻ മെംബ്രെയിനിലൂടെയാണ്. ആ തിൻ മെംബ്രെയിനെ വിളിക്കുന്ന പേരാണ് കോർണിയ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ യൂസ് എന്താണെന്ന് പറഞ്ഞു, അതായത് മോസ്റ്റ് ഓഫ് ദി റിഫ്രാക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് ദി ഔട്ടർ സർഫസ് ഓഫ് ദി കോർണിയ. അതായത് മോസ്റ്റ് ഓഫ് ദി റിഫ്രാക്ഷനും നടക്കുന്നത് കോർണിയയുടെ ഔട്ടർ സർഫസിൽ വെച്ചിട്ടായിരിക്കും. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഐറിസ് എന്ന് പറയുന്നത്. ആ ഫിഗറിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ലെൻസിന് തൊട്ട് മുന്നിലായിട്ട് ഒരു രണ്ട് ഡാർക്ക് കളറുള്ള അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള രണ്ട് മസ്കുലാർ ഡയഫ്രംസ് കാണാം. ഇവയെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഐറിസ് എന്ന് പറയുന്നത്. അതായത് ലെൻസിന് തൊട്ട് മുന്നിൽ, അതായത് കോർണിയ കഴിഞ്ഞ് ലെൻസിനും ഇടയിലായിട്ട് രണ്ട് ഡാർക്ക് മസ്കുലാർ ഡയഫ്രംസ് കാണാൻ സാധിക്കും. അവയാണ് നമ്മൾ ഐറിസ് എന്ന് വിളിക്കുന്നത്. പഠിക്കേണ്ടത് ഇതിൻ്റെ യൂസ് എന്താണെന്നാണ്. അതായത് നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി അഥവാ പ്യൂപ്പിൾ, ഈ പ്യൂപ്പിളിൻ്റെ സൈസ് കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ സൈസ് എത്ര വേണം എന്ന് തീരുമാനിക്കുന്നത് ഈ പറയുന്ന ഐറിസ് ആയിരിക്കും. അപ്പോൾ യൂസ് ഇത്രയേ ഉള്ളൂ, ഐറിസ് കൺട്രോൾസ് ദ സൈസ് ഓഫ് ദി പ്യൂപ്പിൾ. അപ്പോൾ നമുക്ക് എല്ലാവരും ചേർത്ത് ഒരുമിച്ച് പറയാം. Iris is a dark muscular diaphragm that controls size of the pupil. അതായത് പ്യൂപ്പിളിൻ്റെ അല്ലെങ്കിൽ കൃഷ്ണമണിയുടെ സൈസ് കൺട്രോൾ ചെയ്യുന്ന ഒന്നാണ് ഐറിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്യൂപ്പിളിൻ്റെ സൈസ് കൺട്രോൾ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ കണ്ണിനുള്ളിലേക്ക് എന്തുമാത്രം ലൈറ്റ് എൻ്റർ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് പ്യൂപ്പിളാണ്. അതായത് നമ്മളിപ്പോൾ നല്ല ഡേ ലൈറ്റിൽ, അതായത് നല്ല വെട്ടമുള്ളൊരു സ്ഥലത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ലൈറ്റ് നമ്മുടെ കണ്ണിനുള്ളിലേക്ക് എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല, കുറച്ച് ലൈറ്റ് എൻ്റർ ചെയ്താൽ മതിയാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ പ്യൂപ്പിള് സൈസ് കുറയും, അതായത് പ്യൂപ്പിളിൻ്റെ സൈസ് വേരി ചെയ്യും. അതായത് എങ്ങനെ, നമ്മൾ ഈ പറയുന്ന ഐറിസിൻ്റെ വർക്കിങ്ങിലൂടെ പ്യൂപ്പിളിൻ്റെ സൈസ് കുറയും. അപ്പോൾ സൈസ് കുറയുന്നത് വഴി കണ്ണിനുള്ളിലേക്ക് എൻ്റർ ചെയ്യുന്ന ലൈറ്റിൻ്റെ അളവും എന്ത് ചെയ്യപ്പെടുന്നു, ഡിക്രീസ് ചെയ്യപ്പെടുന്നു. ഇനി നമ്മൾ വളരെ വെട്ടമൊന്നും ഇല്ലാത്ത ഒരു മൂടിയ ഭാഗത്തേക്കാണ് നോക്കുന്നത്, അതായത് ലൈറ്റ് കുറവുള്ള ഒരു ഭാഗത്തേക്കാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമുക്ക് അവിടെയുള്ള ഒബ്ജക്ട്സിനെ ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ മാക്സിമം ലൈറ്റ് നമ്മുടെ കണ്ണിനുള്ളിലേക്ക് എൻ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ പ്യൂപ്പിളിൻ്റെ സൈസ് കുറച്ച് വലുതാക്കണം. അപ്പോൾ പ്യൂപ്പിളിൻ്റെ സൈസ് വലുതാക്കാൻ സഹായിക്കുന്നത് ആരായിരിക്കും, ഐറിസ് ആയിരിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഐറിസ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഐറിസിൻ്റെ വർക്ക് എന്താണെങ്കിൽ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്യൂപ്പിളിൻ്റെ സൈസിനെ കൺട്രോൾ ചെയ്യും. ഓക്കെ, ഇനി പ്യൂപ്പിളിൻ്റെ സൈസ് കൺട്രോൾ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് കൺട്രോൾസ് ആൻഡ് റെഗുലേറ്റ് ദ എമൗണ്ട് ഓഫ് ലൈറ്റ് എൻ്ററിങ് ടു ദി ഐ. അതായത് പ്യൂപ്പിളാണ് എന്തുമാത്രം ലൈറ്റ് നമ്മുടെ കണ്ണിനുള്ളിലേക്ക് എൻ്റർ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഐറിസ് ഈസ് എ ഡാർക്ക് മസ്കുലാർ ഡയഫ്രം ദാറ്റ് കൺട്രോൾസ് ദ സൈസ് ഓഫ് ദ പ്യൂപ്പിൾ ആൻഡ് പ്യൂപ്പിൾ റെഗുലേറ്റ് ആൻഡ് കൺട്രോൾസ് ദ എമൗണ്ട് ഓഫ് ലൈറ്റ് എൻ്ററിങ് ടു ദി ഐ. ഓക്കെ, നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്റ്റലൈൻ ലെൻസ് ആണ്. അപ്പോൾ ഈ ക്രിസ്റ്റലൈൻ ലെൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു കോൺവെക്സ് ലെൻസ് ആണ് നമ്മുടെ കണ്ണിൽ ലെൻസായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഹ്യൂമൻ ഐയുടെ ലെൻസ് എന്ന് പറയുന്നത് ഒരു കോൺവെക്സ് ലെൻസാണ്. കാരണം നമുക്കറിയാം കോൺവെക്സ് ലെൻസുകൾ മാത്രമേ എന്ത് ഫോം ചെയ്യാറുള്ളൂ, റിയൽ ഇമേജ് ഫോം ചെയ്യാറുള്ളൂ. അപ്പോൾ റിയൽ ഇമേജ് ഫോം ചെയ്താൽ മാത്രമേ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ, നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കോൺവെക്സ് ലെൻസാണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യാറ്, അല്ലെങ്കിൽ യൂസ് ചെയ്യാറെന്നല്ല, കോൺവെക്സ് ലെൻസാണ് നമ്മുടെ കണ്ണിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കോൺവെക്സ് ലെൻസ്, അതായത് ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള കോൺവെക്സ് ലെൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സ്ട്രെച്ചബിളാണ്. അതായത് അതിൻ്റെ സൈസ് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ലെൻസിൻ്റെ തിക്നെസ് വേരി ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ലെൻസിൻ്റെ തിക്നെസ് വേരി ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് സീലിയറി മസിൽസ് എന്ന് പറയുന്നത്. അതായത് സീലിയറി മസിൽസിൻ്റെ മൂവ്മെൻറ്റിലൂടെ നമുക്ക് നമ്മുടെ കണ്ണിനകത്തുള്ള ലെൻസിൻ്റെ സൈസ് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, വേരി ചെയ്യാനായിട്ട് പറ്റും. അതായത് ലെൻസിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ കർവേച്ചർ നമുക്ക് വേരി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ലെൻസിൻ്റെ കർവേച്ചർ വേരി ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ തിക്നെസ് വേരി ചെയ്യുന്നതെന്ന് നമ്മൾ തൊട്ട് അടുത്ത ടോപ്പിക്കിലെ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക, നമ്മുടെ ക്രിസ്റ്റലൈൻ ലെൻസ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിളാണ്. ആ ഫ്ലെക്സിബിളായിട്ടുള്ള ലെൻസിൻ്റെ തിക്നെസ്സിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒന്ന് സീലിയറി മസിൽസാണ്. അതായത് സീലിയറി മസിൽസിൻ്റെ മൂവ്മെൻറ്റ് വഴിയായിരിക്കും നമ്മുടെ ലെൻസിൻ്റെ തിക്നെസ് അഥവാ
നമ്മുടെ കർവേച്ചർ എന്ന് പറയുന്നത് വേരി ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ ലൈറ്റ് എൻ്റർ ചെയ്യുന്നു, കോർണിയയിലൂടെ ലൈറ്റ് എൻ്റർ ചെയ്യുന്നു. ലൈറ്റ് എൻ്റർ ചെയ്യുന്ന സമയത്ത് അതിന് റിഫ്രാക്ഷൻ സംഭവിക്കും. ലെൻസിലൂടെ കടന്നു പോകുമ്പോൾ പിന്നെ റിഫ്രാക്ഷൻ സംഭവിക്കും. അങ്ങനെ റിഫ്രാക്ഷൻ സംഭവിച്ചു വരുന്ന ലൈറ്റ് നമ്മുടെ ഫിഗറിൽ നോക്കിയാൽ കാണാം, ഏറ്റവും ലാസ്റ്റ് പോർഷനിലായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ബാക്ക് സൈഡിലായിട്ട് റെറ്റിന എന്ന് പറയുന്നൊരു പോർഷനുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു നമ്മുടെ ഐ എന്ന് പറയുന്നത് ക്യാമറ പോലെയാണ്. അപ്പോൾ നമ്മുടെ ക്യാമറയിൽ ലെൻസ് ഉണ്ട്, അതിൻ്റെ ഏറ്റവും ബാക്കിൽ ഇമേജ് ഫോം ചെയ്യുന്നതിനായിട്ട് അവിടെ ഒരു നമ്മുടെ എന്താണ് ഫോട്ടോഗ്രാഫി ഫിലിം വെച്ചിട്ടുണ്ടായിരിക്കും. അവിടെ ആയിരിക്കും എന്ത് ഫോം ചെയ്യുക, ഇമേജ് ഫോം ചെയ്യുക. അപ്പോൾ ഫോട്ടോഗ്രാഫി ഫിലിമിൻ്റെ അതേ റോള് നമ്മുടെ ഐയിൽ ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, റെറ്റിന എന്ന് പറയുന്നത്. അതായത് റെറ്റിനയിൽ ഒരുപാട് ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള സെൽസുകളുണ്ട്. ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് സെൽസ് ഉണ്ട്. റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ് എന്ന് പറയും. നിങ്ങൾ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ട്, നമുക്കിവിടെ ഒന്നും വേണ്ട. അപ്പോൾ ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള സെല്ലുകളുണ്ട്. അപ്പോൾ ഈ വരുന്ന ലൈറ്റ്, റിഫ്രാക്ഷൻ കഴിഞ്ഞ് വരുന്ന ലൈറ്റ് ഈ ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള സെല്ലുകളിൽ ഇൻസിഡൻറ്റ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് ഈ ലൈറ്റ് സെൻസിറ്റീവ് സെല്ലുകൾ ആക്ടിവേറ്റ് ആവും. ഇങ്ങനെ ആക്ടിവേറ്റ് ആവുന്നതിലൂടെ അവിടെ ഇലക്ട്രിക്കൽ സിഗ്നൽസുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. പറഞ്ഞത്രേ ഉള്ളൂ, റിഫ്രാക്റ്റഡ് ലൈറ്റ് റേസ് ഈ ലൈറ്റ് സെൻസിറ്റീവ് സെൽസുകൾ വീഴുമ്പോൾ അത് ആക്ടിവേറ്റ് ആവുകയും ഇറ്റ് ജനറേറ്റ് ഇലക്ട്രിക്കൽ സിഗ്നൽസ്. ഈ സിഗ്നൽസ് നമ്മുടെ റെറ്റിനയുടെ ഭാഗത്തുള്ള ഒപ്റ്റിക്സ് നെർവിലൂടെ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ നെർവിലൂടെ നേരെ നമ്മുടെ ബ്രെയിനിൽ ചെയ്യുകയും നമ്മുടെ ബ്രെയിൻ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐയിൽ നടക്കുന്ന ടോട്ടൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്ക് ഫിസിക്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ, ഫിസിക്സിൻ്റെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ളത് ഈ പറയുന്ന പവർ ഓഫ് അക്കോമഡേഷൻ ആണ്. അപ്പോൾ നമുക്ക് പവർ ഓഫ് അക്കോമഡേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കണ്ണുമായി റിലേറ്റ് ചെയ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പവർ ഓഫ് അക്കോമഡേഷനാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് അറിയാവുന്നൊരു കാര്യത്തിലേക്ക് പോകാം. അതായത് നമുക്ക് അറിയാവുന്നൊരു ഇക്വേഷൻ ഉണ്ട്, ലെൻസ് ഇക്വേഷൻസ്. ഓക്കെ ആണല്ലോ. ലെൻസ് ഇക്വേഷൻ നമുക്കറിയാം എന്താണ്, 1/v - 1/u = എന്തായിരിക്കും, 1/f ആയിരിക്കും. 1/v - 1/u = 1/f ആയിരിക്കും. ഓക്കെ, 1/v - 1/u = 1/f. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, അതായത് ഇപ്പോൾ നമ്മളൊരു ലെൻസ് കൺസിഡർ ചെയ്യണം, നമ്മളൊരു സിംഗിൾ ലെൻസിനെ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഒരു സിമ്പിൾ ലെൻസ് കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതാണ് നമ്മുടെ ലെൻസ് എന്ന് കരുതുക. ഈ ലെൻസിന് ഉറപ്പായിട്ടും എന്നുണ്ടായിരിക്കും ഒരു ഫോക്കൽ ലെങ്ത് കാണും. നമ്മൾ സാധാരണ കൺസിഡർ ചെയ്യുന്ന ഒരു ലെൻസ്, നമ്മുടെ ഒരു ലെൻസ് എന്ന് ഇരിക്കുക, ആ ലെൻസിന് ഒരു ഫോക്കൽ ലെങ്ത് കാണും, ദാറ്റ് ഈസ് എഫ് എന്ന് കരുതുക. അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷനകത്ത് എഫ് എന്ന് പറയുന്നത് എന്താണ്, മാറുന്നില്ല എന്ന് കരുതുക, സെയിം ആണെന്ന് കരുതുക. ഓക്കെ ആണല്ലോ. അപ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യുവിൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് ആരുടെ വാല്യൂ വേരി ചെയ്യേണ്ടി വരും, വിയുടെ വാല്യൂ വേരി ചെയ്യേണ്ടി വരും. ഓക്കെ, സപ്പോസ് ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുകയാണെന്ന് കരുതുക. ഇപ്പോൾ നമ്മുടെ കണ്ണിരിക്കുന്ന ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എഫ് ആണെന്ന് കരുതുക. അപ്പോൾ ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇവിടുന്ന് ലൈറ്റ് നേരെ ഇവിടെ വരുന്നു, അതിൻ്റെ ഇമേജ് എവിടെ ഫോം ചെയ്യും, റെറ്റിനയിൽ ഫോം ചെയ്യും. ഞാൻ ഇമേജ് ഫോർമേഷൻ ഒന്നും അല്ല കാണിക്കുന്നത്. ഇപ്പോൾ ലെൻസിൽ നിന്ന് നമ്മുടെ ഒബ്ജക്റ്റിലേക്കുള്ള ഈ അകലത്തിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് യു എന്ന് വിളിക്കുന്നത്. ഈ ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്തെന്നാണ്, വി എന്നുമാണ്. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ ഒബ്ജക്റ്റിനെ ഇവിടുന്ന് മാറ്റി ഇവിടാണ് വെക്കുന്നതെങ്കിൽ ഇതായിരിക്കും എന്ന് പറയുന്നത് നമ്മുടെ യു എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. പക്ഷേ അപ്പോഴും ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെ തന്നെ ആയിരിക്കും, റെറ്റിനയിൽ തന്നെ ആയിരിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ഐയിൽ എല്ലായ്പ്പോഴും ഇമേജ് ഫോം ചെയ്യുന്ന എവിടെ തന്നെയാണ്, റെറ്റിനയിൽ തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ സിറ്റുവേഷനിൽ ഇപ്പോൾ ഇത് യു ആണെന്ന് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ അതിനെ U1 എന്ന് എടുക്കുന്നു. ഇപ്പോൾ U1 എന്ന് പറയുന്ന സിറ്റുവേഷൻ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയാണ്, വിയിലാണ്. U2 എന്ന് പറയുന്ന മറ്റൊരു വാല്യൂ എടുത്തപ്പോഴും ഇമേജ് ഫോം ചെയ്യുന്ന എവിടെ തന്നെയാണ്, വി ഡിസ്റ്റൻസിൽ തന്നെയാണ്. അതായത് ലെൻസിൽ നിന്ന് ഇവിടേക്കുള്ള അകലം എന്ത് ചെയ്യപ്പെടുന്നില്ല, വേരി ചെയ്യപ്പെടുന്നില്ല. ഓക്കെ ആണല്ലോ. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ ഈ ഇക്വേഷനിൽ എഫ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിന്നാൽ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സ് ഒരിക്കലും എന്ത് ചെയ്യില്ല, നടക്കില്ല. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലെൻസ് എടുക്കുന്നു, ഒരു സിമ്പിൾ ലെൻസ്, ഇപ്പോൾ ഒരു 10 സെൻറ്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു ലെൻസിനെ കൺസിഡർ ചെയ്യുന്നു എന്ന് കരുതാം. അപ്പോൾ അങ്ങനെ 10 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലെൻസിനെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ആ 10 സെൻറ്റിമീറ്റർ ലെൻസിന് മുന്നിലായിട്ട് ഇവിടെ ഒരു ഒബ്ജക്റ്റിന് വയ്ക്കുന്നു, അതിൻ്റെ ഒരു ഇമേജ് ഇപ്പുറത്തെ സൈഡിൽ ഫോം ചെയ്യും. കുറച്ച് തൊട്ട് അപ്പുറത്തോട്ടുള്ള ഒബ്ജക്റ്റിന് വയ്ക്കുന്നു, അതിൻ്റെ ഇമേജ് ഫോം ചെയ്യും. ഒരിക്കലും ഈ രണ്ട് ഇമേജും ഫോം ചെയ്യുന്നത് എവിടെ ആയിരിക്കില്ല, ഒരേ സ്ഥലത്തായിരിക്കില്ല. ഓക്കെ ആണല്ലോ. അതായത് ഇമേജ് ഫോം ചെയ്യുന്നത് ഡിഫറൻറ്റ് പൊസിഷൻസിലായിരിക്കും. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഐയുടെ കേസിൽ ഇമേജ് എല്ലായ്പ്പോഴും ഫോം ചെയ്യുന്നത് ഒരേ ഡിസ്റ്റൻസിലാണ്. ഇമേജ് ഫോം ചെയ്യുന്നത് എല്ലായ്പ്പോഴും എവിടെ ആയിരിക്കും, ഒരേ ഡിസ്റ്റൻസിലാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിട്ടാണ് നിൽക്കുക, കോൺസ്റ്റൻ്റ് ആണ്. അതെന്ത് ചെയ്യാറില്ല, വേരി ചെയ്യാറില്ല. നമ്മുടെ ലെൻസ് വിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. ആര് മാറുന്നുണ്ട്, യുവിൻ്റെ വാല്യൂ വേരി ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ വി കോൺസ്റ്റൻ്റ് ആണ്, യു വേരി ചെയ്യുന്നു. അപ്പോൾ ഉറപ്പായിട്ടും ആര് വേരി ചെയ്യണം? ഫോക്കൽ ലെങ്ത് വേരി ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഐയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്, നമ്മുടെ കണ്ണിലിരിക്കുന്ന ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഫിക്സഡ് അല്ല. ആ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ത് ചെയ്യാറുണ്ട്? വേരി ചെയ്യാറുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു, ഈ ലെൻസിനെ, നമ്മുടെ ക്രിസ്റ്റലൈൻ ലെൻസിനെ സീലിയറി മസിൽസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഇങ്ങനെ രണ്ട് സൈഡിൽ എന്തുണ്ട്? സീലിയറി മസിൽസ് ഉണ്ട്. അപ്പോൾ ഈ സീലിയറി മസിൽസിൻ്റെ മൂവ്മെൻറ്റ് വഴിയാണ് നമ്മൾ ഈ പറഞ്ഞ പരിപാടി എന്ത് ചെയ്യപ്പെടുന്നത്? സാധ്യമാകുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സീലിയറി മസിൽസിൻ്റെ വർക്കിങ്ങിലൂടെ ഈ ലെൻസ് എന്ത് ചെയ്യുന്നു എന്ന് കരുതുക. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ലെൻസാണ്, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ലെൻസാണെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന വലിയ ലെൻസിനെ നമ്മൾ സീലിയറി മസിൽസ് രണ്ട് സ്ഥലത്തേക്ക് എന്ത് ചെയ്യാണ്? ചുരുങ്ങുന്നു എന്ന് കരുതുക. അതായത് മുകളിലത്തെ സീലറി മസിൽസ് ചെറുതാവുന്നു, ഈ സീലറി മസിൽസ് എന്ത് ചെയ്യാണ്? ചുരുങ്ങുന്നു എന്ന് കരുതുക. അപ്പോൾ ഇങ്ങനെ ഇരുന്ന ലെൻസ് എന്ത് ചെയ്യും? അങ്ങ് സ്ട്രെച്ച് ആവും. ഓക്കെ ആണല്ലോ, അങ്ങ് വലുതായിട്ട് അങ്ങ് വലിഞ്ഞു പോകും. വലിഞ്ഞു പോകുമ്പോഴത്തേന് അതിൻ്റെ തിക്നെസ് എന്ത് ചെയ്യപ്പെടും? റെഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ, അതായത് ആദ്യം നമ്മുടെ ലെൻസ് ഇരുന്നത് ഇങ്ങനെ വലുതായിട്ടായിരുന്നു, ബൾജ് ചെയ്തിരിക്കുകയായിരുന്നു എന്ന് കരുതുക. അപ്പോൾ ഈ സീലറി മസിൽസ് വലുതായി രണ്ട് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ലെൻസ് എങ്ങനെ ആവും? കുറച്ചങ്ങ് ഫ്ലാറ്റ് ആവും. ദാറ്റ് മീൻസ് അതിൻ്റെ തിക്നെസ് എന്ത് ചെയ്യപ്പെടും? ഡിക്രീസ് ചെയ്യപ്പെടും. ഓക്കെ ആണല്ലോ, തിക്നെസ് ഡിക്രീസ് ചെയ്യപ്പെടും. അങ്ങനെ തിക്നെസ് ഡിക്രീസ് ചെയ്താൽ, തിക്നെസ് ഡിക്രീസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഈ റേഡിയസ് അല്ലെങ്കിൽ ഈ കർവേച്ചർ മാറി കുറച്ചും കൂടെ ഫ്ലാറ്റായി. അപ്പോൾ സംഭവിക്കുന്ന കാര്യം ഇങ്ങനെയാണ്, തിക്നെസ് കുറയുമ്പോൾ അതിൻ്റെ ഫോക്കൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യപ്പെടും. തിക്നെസ് കുറയുമ്പോൾ, പ്രത്യേകത ഇതാണ്, തിക്നെസ് കുറയുമ്പോൾ, നമ്മുടെ തിക്നെസ് കുറയുമ്പോൾ ഫോക്കൽ ലെങ്ത് എന്ത് ചെയ്യപ്പെടും? ഇൻക്രീസ് ചെയ്യപ്പെടും. അതുപോലെ തിക്നെസ് കൂടുകയാണെങ്കിൽ, നമ്മൾ എടുക്കുന്ന നമ്മുടെ ലെൻസിൻ്റെ തിക്നെസ് കൂടുകയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്ത് ചെയ്യപ്പെടും? ഡിക്രീസ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മുടെ ഫോക്കൽ ലെങ്തിൻ്റെ വാല്യൂ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? വേരി ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. സീലിയറി മസിൽസിൻ്റെ മൂവ്മെൻറ്റ് വഴി, എങ്ങനെയാണ്? സീലിയറി മസിൽസിൻ്റെ മൂവ്മെൻറ്റ് വഴി നമ്മുടെ ലെൻസിൻ്റെ സൈസ് വേരി ചെയ്യും, അല്ലെങ്കിൽ തിക്നെസ് വേരി ചെയ്യും. അപ്പോൾ സീലിയറി മസിൽസിൻ്റെ മൂവ്മെൻറ്റിലൂടെ തിക്നെസ് കുറയുകയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് കൂടും. അങ്ങനെ ഫോക്കൽ ലെങ്ത് കൂടിയാൽ നമുക്ക് ദൂരെയുള്ള ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റുകളുടെ ഇമേജ് എവിടെ ഫോം ചെയ്യിക്കാനായിട്ട് സാധിക്കും? റെറ്റിനയിൽ ഫോം ചെയ്യിക്കാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ സീലറി മസിൽസിൻ്റെ മൂവ്മെൻറ്റ് വഴി തിക്നെസ് കൂടുകയാണ് എങ്കിൽ, എന്ന് വെച്ചാൽ ഈ ഇരിക്കുന്ന രണ്ട് സീലറി മസിൽസും എന്ത് ചെയ്യുന്നു? വീണ്ടും ലെങ്ത് കൂടുന്നു എന്നിരിക്കുക. അപ്പോൾ ഈ നമ്മുടെ ഫ്ലാറ്റായിട്ടിരുന്ന അല്ലെങ്കിൽ തിന്നായിട്ടിരുന്ന ലെൻസ് എന്തായിട്ട് മാറും? തിക്കായിട്ട് മാറും. അപ്പോൾ തിക്നെസ് കൂടുമ്പോൾ ഫോക്കൽ ലെങ്ത് എന്ത് ചെയ്യപ്പെടും? ഡിക്രീസ് ചെയ്യപ്പെടും. അങ്ങനെ ഡിക്രീസ് ചെയ്യുന്നത് വഴി നമുക്ക് നിയർ ബൈ ഒബ്ജക്ട്സുകളെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ദൂരെയുള്ള ഒബ്ജക്റ്റ് ആയാലും അടുത്തുള്ള ഒബ്ജക്റ്റ് ആയാലും എല്ലാ ഒബ്ജക്റ്റിനെയും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? റെറ്റിനയിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കും. എപ്പോഴും ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെ തന്നെ ആയിരിക്കും? റെറ്റിനയിൽ തന്നെ ആയിരിക്കും. നമ്മുടെ ഐയുടെ ഈ എബിലിറ്റിയെ വിളിക്കുന്ന പേരാണ് പവർ ഓഫ് അക്കോമഡേഷൻ. അതായത് ഒബ്ജക്റ്റ് എവിടെ ആയിരുന്നാലും അതിൻ്റെ ഇമേജ് റെറ്റിനയിൽ ഫോം ചെയ്യിക്കാനുള്ള ഐയുടെ കപ്പാസിറ്റി, എബിലിറ്റിയെ വിളിക്കുന്ന പേരാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. സീലറി മസിൽസിൻ്റെ മൂവ്മെൻറ്റിലൂടെ നമ്മുടെ ക്രിസ്റ്റലൈൻ ലെൻസിൻ്റെ തിക്നെസ് എന്ത് ചെയ്യപ്പെടാറുണ്ട്? വേരി ചെയ്യപ്പെടാറുണ്ട്. ഓക്കെ, അങ്ങനെ തിക്നെസ് വേരി ചെയ്യപ്പെടുമ്പോൾ, നമ്മുടെ ക്രിസ്റ്റലൈൻ ലെൻസിൻ്റെ തിക്നെസ് വേരി ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ ഫോക്കൽ ലെങ്ത് വേരി ചെയ്യും. എങ്ങനെയാണ്? തിക്നെസ് കൂടുമ്പോൾ ഫോക്കൽ ലെങ്ത് കുറയും. അപ്പോൾ നമുക്ക് നിയർ ബൈ ഒബ്ജക്ട്സിനെ കാണാം. തിക്നെസ് കുറയുമ്പോൾ ഫോക്കൽ ലെങ്ത് കൂടും. അപ്പോൾ നമുക്ക് ലോങ് ആയിട്ടുള്ള ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അവിടെ നമുക്കൊരു രണ്ട് പോയിൻറ്റ്സുകളിലൂടെ പഠിക്കണം. ഒന്നാമത്തെ പോയിൻ്റ് നിയർ പോയിൻ്റ് എന്താണെന്നാണ്. നിയർ പോയിൻ്റ്. ഓക്കെ, ഒന്നാമത്തതാണ് എന്ന് പറയുന്നത് നിയർ പോയിൻ്റ്. രണ്ടാമത്തതാണ് ഫാർ പോയിൻ്റ് എന്ന് പറയുന്നത്. നിയർ പോയിൻ്റ് ആൻഡ് ഫാർ പോയിൻ്റ്. എന്താണ് നിയർ പോയിൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു തിക്നെസ് കൂടുമ്പോൾ ഫോക്കൽ ലെങ്ത് കുറയും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തുള്ള ഒബ്ജക്ട്സിനെ കാണാം. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒബ്ജക്ട്സുകളെ കാണണമെങ്കിൽ നമ്മുടെ ലെൻസിൻ്റെ നമ്മുടെ ഐയിലുള്ള ക്രിസ്റ്റലൈൻ ലെൻസിൻ്റെ തിക്നെസ് എന്ത് ചെയ്യണം? കൂടണം. ഓക്കെ ആണല്ലോ, ദാറ്റ് മീൻസ് ഫോക്കൽ ലെങ്ത് കുറയണം. പക്ഷേ തിക്നെസ് വേരി ചെയ്യുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മുടെ ഐ ലെൻസിൻ്റെ തിക്നെസ് കുറയ്ക്കാനോ കൂട്ടാനോ സാധ്യമല്ല. അപ്പോൾ നമ്മുടെ ഐ ലെൻസിൻ്റെ തിക്നെസ് കൂട്ടുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ആ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിക്നെസ് കൂട്ടാൻ പറ്റില്ല. ദെർഫോർ ഫോക്കൽ ലെങ്ത് എന്ത് ചെയ്യാൻ പറ്റില്ല? കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അടുത്തുള്ള ഒബ്ജക്ട്സുകളെ കാണാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ നമുക്ക് അടുത്തുള്ള ഒബ്ജക്ട്സുകളെ ക്ലിയർ ആയിട്ടും നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ ഇല്ലാതെയും കാണാൻ പറ്റുന്ന ഒരു മിനിമം ഡിസ്റ്റൻസ് കാണും.
അതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഐ ലെൻസ് എന്ത് ചെയ്യപ്പെടില്ല, അഡ്ജസ്റ്റ് ആവില്ല. അപ്പോൾ നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ അനുഭവപ്പെടും. ഓക്കെ ആണല്ലോ. അതായത് നമ്മുടെ ഹ്യൂമൻ ഐക്ക് എന്തായിരിക്കും, ഒരു മിനിമം ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അറ്റ് വിച്ച് എന്തായിരിക്കും പ്രത്യേകത, we can see the objects clearly and സ്ട്രെയിൻലെസ്, സ്ട്രെയിൻ ഇല്ലാതെയും ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ആ ഒബ്ജക്ട്സിനെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ. ആ ചെറിയ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് നിയർ പോയിന്റ് അല്ലെങ്കിൽ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ എന്ന് വിളിക്കും. ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ, അതായത് നമുക്ക് ക്ലിയർ ആയിട്ടും കണ്ണിന് സ്ട്രെയിൻ ഇല്ലാതെയും കാണാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് നിയർ പോയിന്റ് അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കും, ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ. നമുക്കിനി അങ്ങോട്ട് ആവശ്യം വരും. അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡി എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടായിരിക്കും. ഒരു നോർമൽ വിഷനുള്ള ഹ്യൂമനെ സംബന്ധിച്ചിടത്തോളം, ഒരു നോർമൽ വിഷനുള്ള ഒരു അഡൽറ്റിനെ സംബന്ധിച്ചിടത്തോളം അതെന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഡി നിയർ പോയിന്റ് എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതായത് നമുക്കൊരു 25 സെൻറ്റിമീറ്റർ വരെ എന്ത് ചെയ്യാൻ സാധിക്കും, കണ്ണിന് സ്ട്രെയിൻ ഇല്ലാതെ ഒബ്ജക്ട്സിനെ കാണാനായിട്ട് സാധിക്കും. 25 സെൻറ്റിമീറ്ററിന് അകത്ത് വന്നാൽ നമുക്ക് കാണാൻ പറ്റും, പക്ഷേ കാണുന്നത് ക്ലിയർ ആയിരിക്കില്ല എന്നൊരു കാര്യം. രണ്ടാമത്തത് നമ്മുടെ കണ്ണിന് എന്തനുഭവപ്പെടും, സ്ട്രെയിൻ അനുഭവപ്പെടും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ തിക്നെസ് കൂടുന്ന കേസ് അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് കുറയുന്നത്, ഫോക്കൽ ലെങ്ത് ഒരു ലിമിറ്റ് വരെ എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞു. നേരെ റിവേഴ്സും നടക്കുമല്ലോ. അപ്പോൾ അതായത് ഫോക്കൽ ലെങ്ത് കൂടുമ്പോഴാണ് നമുക്ക് ദൂരെയുള്ള ഒബ്ജക്ട്സിനെ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫോക്കൽ ലെങ്ത് കൂടുന്നതിന് എന്തുണ്ടായിരിക്കും, ഒരു ലിമിറ്റ് കാണും. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുന്ന ഒരു മാക്സിമം ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും നമുക്കറിയാം. ഒരു ഒബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു മാക്സിമം ഡിസ്റ്റൻസും കാണും. ആൻഡ് ദാറ്റ് മാക്സിമം ഡിസ്റ്റൻസ് ഈസ് കാൾഡ് ഫാർ പോയിന്റ്. അപ്പോൾ നിയർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന് സ്ട്രെയിൻ ഇല്ലാതെ ക്ലിയർ ആയിട്ട് നമുക്കൊരു ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുന്ന മിനിമം ഡിസ്റ്റൻസിനെ വിളിച്ച പേര് നിയർ പോയിന്റ് അല്ലെങ്കിൽ എന്താണ്, ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ. അതെന്ന് പറയുന്നത് എത്രയാണ്, 25 സെൻറ്റിമീറ്റർ ആണ് ഒരു നോർമൽ ഹ്യൂമനെ സംബന്ധിച്ചിടത്തോളം. കുഞ്ഞുങ്ങളിൽ അത് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ഇനി ഫാർ പോയിന്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഫാർ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന മാക്സിമം ഡിസ്റ്റൻസിനെയാണ് നമ്മളെന്ന് വിളിക്കുന്നത് ഫാർ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഈ ഫാർ പോയിന്റ് എന്ന് പറയുന്നത് നോർമൽ ഹ്യൂമനെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും, ഇൻഫിനിറ്റി ആയിരിക്കും. നമുക്ക് ഇൻഫിനിറ്റി വരെ കാണാം എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് പവർ ഓഫ് അക്കോമഡേഷനും അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളും. അപ്പോൾ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണണമെന്നുണ്ടെങ്കിൽ അതിന് ഇമേജ് എപ്പോഴും എവിടെ ഫോം ചെയ്യണം, റെറ്റിനയിൽ ഫോം ചെയ്യണം. അപ്പോൾ ഒബ്ജക്റ്റ് എവിടെ ആയിരുന്നാലും നമ്മുടെ കണ്ണിന് ഒരു എബിലിറ്റി ഉണ്ട് അതിൻ്റെ ഇമേജ് എവിടെ തന്നെ ഫോം ചെയ്യിക്കാൻ, റെറ്റിനയിൽ തന്നെ ഫോം ചെയ്യിക്കാൻ. എങ്ങനെ, ബൈ ദി മൂവ്മെൻറ്റ് ഓഫ് സീലറി മസിൽസ്. ഓക്കെ ആണല്ലോ. ആ എബിലിറ്റിയെ വിളിക്കുന്ന പേരാണ് പവർ ഓഫ് അക്കോമഡേഷൻ. ഓക്കെ ആണല്ലോ. ഇനി ആ എബിലിറ്റി അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. സീലറി മസിൽസിൻ്റെ മൂവ്മെൻറ്റ് വഴി നമുക്ക് നമ്മുടെ ക്രിസ്റ്റലൈൻ ലെൻസിൻ്റെ തിക്നെസ് വേരി ചെയ്യിക്കാം. അപ്പോൾ തിക്നെസ് കുറയുകയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് കൂടും, അപ്പോൾ നമുക്ക് ദൂരെയുള്ള ഒബ്ജക്ട്സിനെ കാണാം. തിക്നെസ് കൂടുകയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് കുറയും, അപ്പോൾ നമുക്ക് അടുത്തുള്ള ഒബ്ജക്ട്സിനെ കാണാം. ഓക്കെ ആണല്ലോ. അവിടെ ഒരു പ്രശ്നമുണ്ട്, ഒരു മിനിമം ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും നമുക്ക് അടുത്തുള്ള ഒബ്ജക്ട്സിനെ കാണാൻ. അതിനെ വിളിച്ച പേര് നിയർ പോയിന്റ് എന്നാണ്. അതിന് 25 സെൻറ്റിമീറ്റർ ആണ് നോർമൽ ഹ്യൂമനെ സംബന്ധിച്ചിടത്തോളം. ഇനി മാക്സിമം ഡിസ്റ്റൻസ് വരെ കാണാൻ പറ്റുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഫാർ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ ബാലൻസ് പോർഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. തൊട്ടടുത്ത ക്ലാസ്സിൽ നമ്മൾ തൊട്ടടുത്ത ടോപ്പിക്കായിട്ടുള്ള ഡിഫക്ട്സ് ഓഫ് വിഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത് ഹ്യൂമൻ ഐ ആണ്. ഫസ്റ്റ് ക്ലാസ് ആണ്, ഇത് ചാപ്റ്ററിൻ്റെ തുടക്കം ആയതുകൊണ്ടാണ് നമ്മൾ ഒരു ലാർജ് പോർഷൻ എടുക്കാത്തത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബാലൻസ് പോർഷൻ എടുക്കും. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുകയും ചെയ്യുക, കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാലൻസ് പോർഷനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.